താങ്കളും അതേപോലെ പത്മജ വേണുഗോപാലിനെയും അതേപോലെ അനിൽ ആന്റണിയും പാദം പിന്തുടരുന്നു എന്നുള്ള വാർത്ത പുറത്തു. ഇല്ല, ഇതിനകത്ത് വേറെ അട്ടിമറി വല്ലതും നടക്കാതിരുന്നാൽ ഇപ്പൊ ഒരു സംശയം ആരുടെയെങ്കിലും മനസ്സിലില്ലേ? എങ്ങനെയാണെങ്കിലും അച്യുമ്മനെ BJP-യിൽ എത്തിക്കുമെന്നാണ് പല നേതാക്കന്മാരും കൊടുക്കുന്നത്. വീട്ടിൽ ഇരിക്കുന്നവരെ എന്തിനാ വെറുതെ വിളിച്ചത്? ആരാ പറഞ്ഞു? ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ വീട്ടിൽ പറയുന്നില്ല. അവര് അവിടെ ഒരു വീട്ടമ്മയായിട്ട് ദുബായ് കഴിയുന്നു. അങ്ങനെ ഒരു ചോദ്യമേ ഇവിടെ ഇല്ലായിരുന്നു. ഇല്ലാത്ത ചോദ്യം ഉണ്ടാക്കിയാൽ ഞാൻ മറ്റുള്ളവരോട് ചോദിച്ച പോലെ ഞാൻ തിരിച്ച് പറയണില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് കറക്റ്റ്. കെട്ടുമാറാത്ത ആള് പറയുന്ന കഥ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു BJP ചോദിച്ചു. അല്ല, അത് പുള്ളി പറഞ്ഞല്ലോ, നിങ്ങൾ ചോദിപ്പിക്കുന്നില്ലേ? അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ ശരിയാണെന്നാണ് ഞങ്ങളുടെ എല്ലാം ഒരു ബോധ്യം. അതിൻ്റെ അർത്ഥം കോൺഗ്രസ് ചേർന്നു, പിന്നെ BJP എന്തൊക്കെയായി നാട്ടിൽ നടക്കുന്നത്? ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പറയുന്നില്ല. ജനം തീരുമാനിക്കും. ജനങ്ങൾ തീരുമാനിച്ചുറച്ചിരിക്കുകയാണ്. പുതുപ്പള്ളിയിൽ എങ്ങനെയാണോ തീരുമാനിച്ചുറച്ചത്, അതുപോലെ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചുറച്ചിരിക്കുന്നു. കോട്ടയത്തിലെ ജനങ്ങൾ തീരുമാനിച്ചുറച്ചിരിക്കുന്നു. UDF സ്ഥാനാർത്ഥി അതിനനുസരിച്ച് ഓരോ കാൻഡിഡേറ്റ്സ് ആണ് പറയുന്നത്. അവർ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസിന് അത് നടത്തുന്നു. ഇതൊക്കെ ഓരോ പ്രൊപ്പഗൻഡയാണ്. അതിനകത്ത് നമ്മൾ വീഴുന്നത്. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി BJP-യിൽ പോയി. തുടർന്ന് K കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലും BJP-യിൽ പോയി. ഇപ്പോൾ വലിയ വിവാദമായി തീർന്നിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ, കേരളത്തിലെ ഏറ്റവും ജനകീയനായ കോൺഗ്രസ് നേതാവ് ഉമ്മൻചാണ്ടിയുടെ മക്കൾ ചാണ്ടി ഉമ്മനും അതേപോലെ അച്ചു ഉമ്മനും BJP-യിലേക്ക് പോകുന്നു എന്നുള്ള പ്രചരണമാണ്. ഇതിനെക്കുറിച്ച് ഇപ്പോൾ മറുപടി പറയാനായി നമ്മളോടൊപ്പം ചാണ്ടി ഉമ്മൻ MLA നമ്മളോടൊപ്പം ഉണ്ട്. ഞാനിപ്പോൾ പുതുപ്പള്ളിയിലാണ്. നമസ്കാരം. നമസ്കാരം. താങ്കളും അതേപോലെ പത്മജ വേണുഗോപാലിനെയും അതേപോലെ അനിൽ ആന്റണിയും പാദം പിന്തുടരുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? എന്റെ കൈ കിടക്കുന്നുണ്ടോ? ഭാരത് ജോഡോ ന്യായ യാത്ര, അതിന്റെ സമാപനത്തിന് പോയിട്ട് ഞാൻ തിരിച്ചു വന്ന ആളാണ്. അതിനു മുമ്പ് അതിൽ പങ്കെടുക്കാൻ ആദ്യം പോയി, തിരിച്ച് രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിൽ പങ്കെടുത്ത് തിരിച്ചാണ് സമാപനത്തിന് പോയത്. ഞാൻ BJP പോകുമെന്ന് പറഞ്ഞാൽ ആൾക്കാർ ചിരിക്കത്തേ ഉള്ളൂ. പക്ഷേ ഇതേപോലെ തന്നെയായിരുന്നു നമ്മുടെ പത്മജ വേണുഗോപാൽ പറഞ്ഞിരുന്നത്. ഞാൻ കോൺഗ്രസ് എന്നുള്ള എൻ്റെ രക്തമാണ്, ഞാൻ പോവില്ല എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഡൽഹിയിൽ അവർ പോയി ഞാൻ ഇതൊക്കെ എല്ലാം കള്ളമാണെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം അവർ BJP ചേർന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. ഞെട്ടല. അതിനകത്തൊരു വ്യത്യാസമുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അപ്പോൾ ഞാൻ അതിലേക്ക് കൂടുതൽ ആരെയും വ്യക്തിപരമായി പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ആ ഒരു പ്രവൃത്തി പരിചയം കുറവായിരിക്കും. അച്ചുമ്മൻ, അതായത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പേരാണ് അച്ചുമ്മൻ. എങ്ങനെയാണെങ്കിലും അച്ചുമ്മനെ BJP-യിൽ എത്തിക്കുമെന്നാണ് പല നേതാക്കന്മാരും കൊടുത്തത്. വീട്ടിൽ ഇരിക്കുന്നവരെ എന്തിനാ വെറുതെ വലിച്ചെറിയും? അച്ചുമ്മൻ എന്തുകൊണ്ടാണ് രംഗത്ത് വന്നതിന് മറുപടി പറയാത്തത്? വീട്ടിൽ ഇരിക്കുന്നവരെ എന്തിനാ വലിച്ചെറിയുന്നത്? അല്ല, ഞാൻ വീട്ടിൽ പറയുന്നില്ല. അവിടെ ഒരു വീട്ടമ്മയായിട്ട് ദുബായ് കഴിയുന്നു. അവിടെ BJP ഉണ്ടോ ദുബായില്? എല്ലാ സ്ഥലത്തും BJP അവിടെ മത്സരിക്കാൻ പറ്റുമോ? അല്ല, അവിടെ മത്സരിക്കുന്നു എന്നല്ല, കോട്ടയത്ത് മത്സരിക്കുന്നു. അതൊക്കെ ആരാ പറഞ്ഞു? ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച്. അതായത് തിരുവഞ്ചൂർ അങ്ങനെ ഒരു ചോദ്യമേ ഇവിടെ ഇല്ലായിരുന്നു. ഇല്ലാത്ത ചോദ്യം ഉണ്ടാക്കിയാൽ അംഗീകരിക്കത്തില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു BJP ചോദ്യം വന്നു. അല്ല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് അല്ല, അത് പുള്ളി പറഞ്ഞല്ലോ. നിങ്ങൾ ചോദിപ്പിക്കുന്നില്ലേ? നിങ്ങൾ ചോദിച്ചിട്ട് അദ്ദേഹം ഉത്തരം പറയുമ്പോൾ പറയും നല്ല വ്യക്തിയാന്ന് പറഞ്ഞു. അതിന്റെ അപ്പുറം എന്താ? അല്ലെങ്കിൽ അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറയാണ് അച്ചുമ്മൻ വലുതും എന്നല്ലല്ലോ. അദ്ദേഹത്തിനോട് ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം പുള്ളി പറയുമോ മോശം എന്തെങ്കിലും? അവർ നല്ലല്ലേ പറയത്തുള്ളൂ. കാരണം പ്രവർത്തിച്ച വ്യക്തിയല്ലേ. അപ്പൊ അത് നല്ലത് പറഞ്ഞു. അതിനിപ്പോ എന്താ? അതിന്റെ അർത്ഥം കോൺഗ്രസ് ചേർന്നു, പിന്നെ BJP എന്തൊക്കെയായി നാട്ടിൽ നടക്കുന്നത്? അത് നമുക്ക് ഇതൊക്കെ ഓരോ പ്രൊപ്പഗൻഡയാണ്. അതിനകത്ത് നമ്മൾ വീഴത്തില്ല. അതായത് ഇപ്പോൾ വരുന്ന ഇതൊക്കെ തന്നെ വെറും കെട്ടുകഥകളാണ്, യാതൊരു ബന്ധവുമില്ല എന്നാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് കറക്റ്റ്. കെട്ടുമാറാത്ത ആള് പറയുന്ന കഥ. അതായത് ബോധമില്ലാത്ത ആൾക്കാർ വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ് എന്നാണ് താങ്കൾ പറയുന്നത്. കെട്ടുമാറാത്തവർ പറയുന്ന കഥ, അതായത് കള്ളുപിടിച്ച ആൾക്കാർ പറയുന്ന കഥ എന്നാണ് താങ്കൾ പറയുന്നത്. അവരെ കെട്ടുമാറിയിട്ടില്ല എന്നാണ് അധിക്ഷേപിക്കുന്നത്. ഞാൻ അധിക്ഷേപിച്ചിട്ടില്ല. അപ്പൊ ഈ ഇലക്ഷനിൽ, അതായത് ലോക്സഭാ ഇലക്ഷനിൽ ഇത്തവണ ആര് വിജയിക്കും കോട്ടയത്ത്? ഈ ജനങ്ങളുടെ
പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പെരുമാറ്റവും കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ആരാ ജയിക്കുന്നത്. അല്ല, അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലാസ്റ്റ് നടന്നതിൽ 6 സീറ്റുകളിൽ അട്ടിമറി വിജയം LDF നേടുകയുണ്ട്. ഏത് കോട്ടയത്തോ? കോട്ടയത്തല്ല, മൊത്തം കേരളത്തിൽ. കോട്ടയത്തിന്റെ കാര്യം പുതുപ്പള്ളി 37,000 ലീഡ് നിൽക്കുന്നു. കോട്ടയത്ത് ഉൾപ്പെടെ വളരെ 5 മണ്ഡലങ്ങളിൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ MLA-മാർ. ഇവിടെ എന്താ സംശയം? അതായത് കഴിഞ്ഞ ഇതേപോലെ ഈ കോട്ടയത്ത് പല അട്ടിമറികളും നടന്നിട്ടുണ്ട്. സുരേഷ് കുറുപ്പൊക്കെ അട്ടിമറി വിജയം നേടിയുള്ള സ്ഥലമാണ് കോട്ടയം. അപ്പൊ ഇവിടെ ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പറയുന്നില്ല. UDF ജയിക്കും. എത്ര വോട്ടിന് ജയിക്കും? ജനം തീരുമാനിക്കും. ഇവിടെ പുതുപ്പള്ളിയിൽ എത്ര ഭൂരിപക്ഷം നേടിക്കൊടുക്കും? 37,500 വോട്ട് കിട്ടിയാതെ ഭൂരിപക്ഷം അത് ജനം തീരുമാനിക്കും. ഈ 7 നിയോജക മണ്ഡലമാണല്ലോ ഇവിടെ ഉള്ളത്. അതിൽ എല്ലാ നിയോജക മണ്ഡലത്തിലും ഭൂരിപക്ഷം കിട്ടുന്നു. അല്ല, ഇതിനകത്ത് സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിരിക്കും. ജനങ്ങൾ തീരുമാനിച്ചുറച്ചിരിക്കുകയാണ്. പുതുപ്പള്ളിയിൽ എങ്ങനെയാണോ അവർ തീരുമാനിച്ചുറച്ചത്, അതുപോലെ കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചുറച്ചിരിക്കുന്നു. കോട്ടയത്തിലെ ജനങ്ങൾ തീരുമാനിച്ചുറച്ചിരിക്കുന്നു. UDF സ്ഥാനാർത്ഥി ജയിച്ചു. കേരളത്തിൽ മൊത്തം എത്ര സീറ്റ് കിട്ടും? 20 കിട്ടാനാണ് സാധ്യത. ഏതെങ്കിലും അട്ടിമറി നടക്കുന്നു എന്ന് പറയുന്ന എന്തെങ്കിലും താങ്കൾ മനസ്സിൽ തോന്നുന്നുണ്ടോ? ഇല്ല, ഇതിനകത്ത് വേറെ അട്ടിമറി വല്ലതും നടക്കാതിരുന്നാൽ 20 കിട്ടും. BJP ഏതെങ്കിലും സ്ഥാനത്ത് വിജയിക്കാൻ സാധ്യത? ഒരു സ്കോപ്പ് കാണുന്നില്ല. തിരുവനന്തപുരത്ത് അട്ടിമറി വിജയം നേടുന്നു എന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി വീണ്ടും അട്ടിമറി വിജയം നേടും. അതേപോലെ സുരേഷ് ഗോപി വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇലക്ഷൻ കഴിയുമ്പോൾ അറിയാമല്ലോ. അവിടെ മാത്രം എന്താണ് മുരളീധരൻ വിജയിക്കുന്നു ഉറപ്പിച്ച് പറയാത്തത്? ഞാൻ 20 ജയിക്കുമെന്ന് പറഞ്ഞു. ഇലക്ഷൻ കഴിയുമ്പോൾ അറിയുമെന്ന് പറഞ്ഞു. എന്തെങ്കിലും സംശയം ഉണ്ടോ? പിന്നെ എന്റെ വയലോട്ട് പിന്നെ വാക്കിലെടുത്തതിനാ. ഷാഫി പറമ്പിൽ താങ്കൾ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും പുള്ളി ജയിക്കാൻ പോകുന്നത് വടകരയിൽ നിന്ന്. അപ്പൊ യാതൊരു മാറ്റവും കേരളത്തിൽ 20-20 നേടും എന്നാണ് താങ്കൾ പറയുന്നത്. ഈ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് ശേഷം ഇന്ത്യയിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അല്ല, ഭാരത് ജോഡോ യാത്ര 2 സ്ട്രെച്ചിൽ നടന്നിരിക്കുക. ഒന്ന് ഭാരത് ജോഡോ യാത്ര, മറ്റേ ഭാരത് ജോഡോ ന്യായ യാത്ര. അതിന് തുടർച്ചയായിട്ട് ഭാരത് ജോഡോ കുറെ കാര്യങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വാക്ക് കൊടുത്തിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്ന നേതാവ്, ജനങ്ങളിൽ നിന്ന് ഉയർന്ന നേതാവ്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന നേതാവ്, ആ നേതാവ് പ്രധാനമന്ത്രിയാവുക എന്നുള്ളത് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നു. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻസിൽ അത് നടന്നിരിക്കും. ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എല്ലാം നടക്കുന്നത് എന്നാണ് താങ്കളുടെ ആരോപണം. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. രാഹുൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ജയിച്ചിരിക്കും. അല്ല, രാഹുൽ ഗാന്ധി 100% ശരി. അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങൾ ശരിയാണെന്നാണ് ഞങ്ങളുടെ എല്ലാം ഒരു ബോധ്യം. EVM മെഷീൻ അട്ടിമറി നടന്നില്ലെങ്കിൽ എന്നാണല്ലോ പറഞ്ഞത്. അതെ, അപ്പൊ അട്ടിമറി നടക്കുന്നു എന്ന് തന്നെയാണ് ആരോപണമുള്ളത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും ഒരു ഭയമുണ്ടെങ്കിൽ ഭയം ഉള്ളതുകൊണ്ടാണല്ലോ ഈ VVPAT എണ്ണാൻ പേടിക്കണേ. എന്തുകൊണ്ട്? നമുക്കൊരു കാര്യം ചെയ്യാം, 100% VVPAT എണ്ണാം. ഇപ്പൊ തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇപ്പൊ ഒരു സംശയം ആരുടെയെങ്കിലും മനസ്സിലില്ലേ? ഇപ്പൊ ഒന്ന് മാറ്റി വെച്ചു, ഇങ്ങനെ ആരോടും മാറ്റി വെച്ചു. പക്ഷെ ആരുടെയെങ്കിലും മനസ്സിൽ സംശയമില്ലേ? സംശയം വെച്ചുകൊണ്ട് ജനാധിപത്യം മുന്നോട്ട് പോകാൻ പറ്റുമോ? അല്ല, EVM മെഷീനിൽ അട്ടിമറി നടക്കുന്നു എന്ന് പറയുന്ന കാര്യത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംശയം ഉണ്ടാവാൻ കാരണം ഇന്ത്യയിലെ ജനങ്ങൾ പ്രതികരിക്കുന്നത് പോലെ അല്ല റിസൾട്ട് പലതും വരുന്നതെന്നൊരു തോന്നലുണ്ട്. ആ തോന്നൽ അകറ്റണമെങ്കിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വരണം. ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾ 100% എണ്ണം തയ്യാറെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം അവിടെ തീരുന്നില്ലേ? റിസൾട്ട് നിങ്ങൾ പ്രഖ്യാപിച്ചോളൂ. ഏതൊക്കെ സ്ഥലത്ത് കാൻഡിഡേറ്റ്സിന് ഡൗട്ട് പറയുന്നു, ആ കാൻഡിഡേറ്റ്സ് ഡൗട്ട് പറയുന്ന സ്ഥലത്ത് ഈ VVPAT ഉണ്ടെന്ന് എന്തിനാ പേടിക്കണേ? അതേ ചോദ്യവും. അതായത് മോഡേൺ ടെക്നോളജിയുടെ ഒരു കാലഘട്ടമല്ലേ? അമേരിക്കയും മോഡേൺ അല്ലേ, ജപ്പാനും മോഡേൺ അല്ലേ? എത്ര അടുത്ത് EVM ഉണ്ട്? ആ ചോദ്യം പ്രസക്തം. അപ്പൊ അടുത്ത തവണ EVM പാറ്റേൺ ഇല്ലെങ്കിൽ അതല്ല, ഏതൊരു സാഹചര്യത്തെ മറികടന്ന് അധികാരത്തിൽ വരാനുള്ള സാധ്യത നിലനിൽക്കുന്നു. ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിച്ച് ഉറച്ചിരിക്കുകയാണെന്നാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം. പിന്നെ അതിനകത്ത് വരുന്നത് അതിനനുസരിച്ച് ഓരോ കാൻഡിഡേറ്റ്സ് ആണ് പറയേണ്ടത്, അവരുടെ സാഹചര്യം. ഭാരത് ജോഡോ യാത്രയിൽ താങ്കളും പങ്കാളിയായിരുന്നു. താങ്കളുടെ അനുഭവം എന്താണ്? 2 യാത്രയിലും പങ്കാളിയായിരുന്നു. രണ്ടാമത്തെ യാത്രയിൽ ഞാൻ MLA ആയതുകൊണ്ട് എനിക്ക് പരിമിതമായി പങ്കെടുത്തുള്ളൂ. അവസാനത്തെ ഒരു ദിവസം പോയി. പിന്നെ അടുത്ത ദിവസം വേണ്ടി രാഹുൽജിയുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എനിക്ക് വയനാട് വരേണ്ടി വന്നു. പിന്നെ എനിക്ക് അവസാന ദിവസം പോകാൻ ഞാൻ തിരിച്ചുപോയി. അപ്പം 2 ദിവസം എഫക്റ്റീവ്ലി പങ്കെടുത്തിട്ടുള്ളെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആദ്യത്തെ യാത്രയിൽ സമ്പൂർണ്ണമായി
എൻ്റെ പിതാവും ഉണ്ടായിരുന്ന സാഹചര്യമായിരുന്നു. അദ്ദേഹവും അതിനോടൊപ്പം നടന്നു. അദ്ദേഹത്തിന് വയ്യാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം അതിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹവുമായി ഹെൽത്തുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഞാൻ പറയണ്ട. അപ്പം അങ്ങനത്തെ ഉള്ള മനസ്സിനെ പിടിച്ച് ബാധിച്ചൊരു ഇഷ്യൂ ആണ്. പക്ഷേ ഇന്ത്യയിലൊട്ട് ജനങ്ങളെ കാണാനും ഇന്ത്യയിലെ ജനങ്ങളുടെ വികാരം അറിയാനും അവരുടെ പ്രശ്നങ്ങൾ അറിയാനും ഒക്കെ ഈ യാത്രയിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു. ഒരു പേഴ്സണൽ ചോദ്യമാണ്. താങ്കളെ ധാരാളം പെൺകുട്ടികൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന വലിയ കഥകളൊക്കെ വന്നിരുന്നു. താങ്കൾ എന്താണ് എന്നോട് ഒരു കല്യാണം നടത്തി കഴിക്കാത്തത്? ഞാൻ മറ്റുള്ളവരോട് ചോദിച്ച പോലെ ഞാൻ തിരിച്ച് പറയണില്ല. കാരണം എന്നോട് ഇടയ്ക്കിടയ്ക്ക് മര്യാദ കാണിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്തായാലും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. ചാണ്ടി ഉമ്മൻ BJP-യിലേക്ക് പോകുന്നു, അച്ചു ഉമ്മൻ BJP-യിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകളെ കുറിച്ച് നേരിട്ടറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ പുതുപ്പള്ളിയിൽ വന്ന് സന്ദർശിച്ചിട്ടുള്ളത്. അദ്ദേഹം തീർത്തും പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം കെട്ടുകഥകളാണ്, ഒരു സത്യവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാവുന്നതാണെന്നാണ് മനസ്സിലാകുന്നത്. നന്ദി, നമസ്കാരം.